Hello friends, welcome to Commerce Made Easy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. Cash flow statement എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a statement of recording systematically all inflows and outflows of cash of the accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് എത്രത്തോളം ക്യാഷ് വന്നിട്ടുണ്ട്, നമ്മുടെ അതിന് എത്രത്തോളം ക്യാഷ് പോയിട്ടുണ്ട്, ആ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് അതെങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് കാണിക്കാനുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ബാലൻസിൽ ചേഞ്ചസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഷോസ് ദ കോസസ് ഫോർ ദ ചേഞ്ചസ് ഇൻ ക്യാഷ് ബാലൻസ്. അത് ഇൻഫ്ലോ ആവാം ഔട്ട്ഫ്ലോ ആവാം, അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ കോസസ് മനസ്സിലാക്കാനുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡീൽസ് വിത്ത് ഓൾ ദ കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ക്യാഷ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എല്ലാ കമ്പോണൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് അസറ്റ്സുകളും കറണ്ട് ലയബിലിറ്റീസും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ക്യാഷ്. ക്യാഷ് ഉൾപ്പെടുന്ന കറണ്ട് അസറ്റ്സുകളും കറണ്ട് ലയബിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡീൽസ് ഒൺലി വിത്ത് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഫിനാൻസിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലോങ് ടേം ഫിനാൻസിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് നമുക്കറിയാൻ പറ്റുന്ന മെഷർ ചെയ്യുന്നത് അതിന്റെ സോൾവൻസി ആണ്. ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ എഫിഷ്യൻസിയാണ് മെഷർ ചെയ്യുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വഴി. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോർട്ട് ടേം ഫിനാൻസിങ്ങിന്റെ കാര്യങ്ങളെ വരുന്നുള്ളൂ. അതായത് ലിക്വിഡിറ്റി ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ കറണ്ട് അസറ്റ്സുകളും കറണ്ട് ലയബിലിറ്റീസും ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് ക്യാഷ്. അവിടെ നോക്കുന്നത് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡീൽസ് ചെയ്യുന്നത് ഉള്ളി ക്യാഷ് ആണ്. ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ചേഞ്ചസ് ഇൻ ക്യാഷ് ബാലൻസും ആണ് ഇവിടെ വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇനി നോക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വഴി എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വഴി എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റി വഴി എത്ര ക്യാഷ് ഫ്ലോ ഉണ്ട്. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഓരോന്നും എന്താന്ന് പറയാം. First, cash flows from operating activities. Operating activities deals the revenue producing activities of an enterprise. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതാണ് ഇത് ഓപ്പറേറ്റിംഗ് ഫ്ലോസ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്ത് അതുവഴി കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആ വരുന്നത്. അതും ഏതുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മാത്രം ആക്ടിവിറ്റീസ് ഇതിൽ വരുന്നുള്ളൂ, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നുള്ളൂ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്ത് കിട്ടിയ ക്യാഷ്, നമുക്ക് ഫീസായിട്ട് കളക്ട് ചെയ്തത്, കമ്മീഷനായിട്ട് കിട്ടിയത്, നമുക്ക് അങ്ങനെയുള്ള ഏത് റവന്യൂസും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എല്ലാ റവന്യൂസും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസുകൾ, അതായത് നമ്മളിപ്പം ഗുഡ്സ് വാങ്ങിച്ചെടുത്ത് സപ്ലയേഴ്സിന് കൊടുത്ത ക്യാഷ്, അത് ഔട്ട്ഫ്ലോ ആണ്. അതേപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ഇങ്ങനെയുള്ള റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നതാണ് കാണിക്കുന്നതാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്ലോസ് എല്ലാം, അതായത് റവന്യൂ ആക്ടിവിറ്റീസ് വഴി നമുക്ക് വന്നിരിക്കുന്ന ഇൻഫ്ലോസ് എല്ലാം ആഡ് ചെയ്യും, അതേപോലെ തന്നെ ഔട്ട്ഫ്ലോസ് എല്ലാം എന്ത് ചെയ്യും, പേയ്മെന്റ്സ് എല്ലാം എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അവിടെ വരാവുന്ന ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് ക്യാഷിന് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാഷ്, അതായത് നമ്മളിപ്പോൾ കടത്തിന് വിറ്റു, അതിനുശേഷം കസ്റ്റമേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് കൊണ്ടുവന്ന് അടയ്ക്കാം, അതാണ് ക്യാഷ് റെസീറ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ്, അത് ആഡ് ചെയ്യണം.
ഇങ്ങനെ വരുന്ന റവന്യൂ നേച്ചറിലുള്ള, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റിനെയും ലോസിനെയും ഡിറ്റർമൈൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയുണ്ടോ, അത് ഫീസ് കളക്ട് ചെയ്യുന്നത്, കമ്മീഷൻ വാങ്ങുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡിസ്കൗണ്ട് വാങ്ങുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻകംസും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, നമ്മൾ ഗുഡ്സ് വാങ്ങിച്ച ആൾക്ക് വാങ്ങിച്ചെടുത്ത് സപ്ലയേഴ്സിന് കൊടുത്ത ക്യാഷ്, അതൊരു ഔട്ട്ഫ്ലോ ആണ്, അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ്, നമ്മൾ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു, അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അതുതന്നെ ക്യാഷ് പെയ്ഡ് ഫോർ എക്സ്പെൻസസ്, ഇതുപോലുള്ള കമ്മീഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. അതിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻകം ടാക്സ് എത്രയാണോ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഇതാണ് ഇത് ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് പറയുവാണെങ്കിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാണാനായിട്ട് എന്ത് ചെയ്തു, അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യേണ്ടുന്നത്. അതായത് കറന്റ് ഇയർ പ്രോഫിറ്റിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ബാക്ക് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിലെ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത നോൺ ക്യാഷ് ഐറ്റംസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ബാക്ക് ചെയ്യുക. നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചതിന് ശേഷം കിട്ടിയ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് നമ്മൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന കുറെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഇൻകംസ് ഉണ്ട്. അത് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കളയുക. അത് ഇൻകം എടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ കിട്ടുന്നത് ബാലൻസിനെയാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ്സ് വിറ്റു, അതിന് ലോസ് വന്നിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിനെ ആഡ് ബാക്ക് ചെയ്യുക. അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, അത് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കളയുക. ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. നമ്മൾ വേറെ എവിടെയെങ്കിലും ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. ഇതെല്ലാം എന്താണ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, ഡയറക്റ്റ്ലി ബന്ധമുള്ളതല്ല, അതെല്ലാം എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ബാലൻസ് ആണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. അതാ ഇങ്ങനെയാണ് അതിന്റെ പ്രൊഫോമ വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ടാക്സും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും കൺസിഡർ ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. അതിന്റെ കൂടെ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകൾ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ അതിന്റെ കൂടെ ആഡ് ചെയ്യുക, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് ആഡ് ചെയ്യുക, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, എക്സ്പെൻസസ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ ആഡ് ബാക്ക് ചെയ്യുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡോ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അത് ഇങ്ങോട്ട് കിട്ടിയതാണ്, ഇൻകം ആണ്, അതെന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി എന്ത് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സും ഡിക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റീസും ലെസ് ചെയ്യുക, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സും ഇൻക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റീസും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. അതിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻകം ടാക്സ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. കൂടാതെ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് മാത്രമേ ഉള്ളൂ രണ്ട് മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഫിക്സഡ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് അസറ്റുകളിൽ ഏതൊക്കെ ഫിക്സഡ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഏതൊക്കെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ എമൗണ്ടുകളാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം
ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ടും വരുന്നത് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നതും വിൽക്കുന്നതും അത് കൺസിഡർ ചെയ്യണം. പർച്ചേസ് ഓർ സെയിൽ ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്. നമ്മൾ ഏതെങ്കിലും ബിസിനസിന്റെ ഷെയർസിലോ അല്ലെങ്കിൽ ബോൺസിലോ ഡിബഞ്ചേഴ്സിലോ നമ്മുടെ എക്സ്ട്രാ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കൺസിഡർ ചെയ്യണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ കൺസിഡർ ചെയ്യണം. ഇത് കൂടാതെ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൽ നിന്ന് ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതല്ല ഡിബഞ്ചേഴ്സിലോ ബോൺസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇതും കൂടി എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിന്റെ പ്രൊഫോമ നോക്കുവാണെങ്കിൽ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും, ഇൻഫ്ലോസ് എല്ലാം ആഡ് ചെയ്യുക, ഔട്ട്ഫ്ലോസ് എല്ലാം എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്യാഷ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു, നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്? ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്, അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്യാഷ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇനി നമ്മുടെ കയ്യിലിരുന്ന ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ വിറ്റു, അത് നമുക്ക് ക്യാഷ് വന്നതാണ്, ഇൻഫ്ലോ ആണ്, അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്യാഷ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. വേറെ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിച്ചു, അത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്, അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്യാഷ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡിബഞ്ചേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന ആ കമ്പനിയുടെ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്തു? വിറ്റു, നമ്മളത് തിരിച്ചു കൊടുത്തു, അപ്പൊ നമുക്ക് എന്തോ കിട്ടും? ഇങ്ങോട്ട് ക്യാഷ് വരും, അപ്പൊ അതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ ഡിബഞ്ചറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അതല്ല ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവിഡൻഡ് കിട്ടും. ഇത് രണ്ടും എന്താണ്? നമുക്ക് ഇൻഫ്ലോ ആണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതെന്ന് പറയാൻ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഫിക്സഡ് അസറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ആ ഒരു ബെനിഫിറ്റും കൂടെ, അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ റിട്ടേണും കൂടെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതൊന്നുകിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിരിക്കും. അതും കൂടി നമ്മൾ എന്താണ്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഇത് റിലേറ്റഡ് ടു ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആണ്. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഫിനാൻസ് റേസ് ചെയ്തിരിക്കുന്നത്, അത് ഓണേഴ്സ് ക്യാപിറ്റൽ ആവാം അല്ലെങ്കിൽ ബൊറോവ്ഡ് ക്യാപിറ്റൽ ആവാം, നമ്മൾ ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവാം. ആ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. നമ്മൾ ക്യാപിറ്റൽ ഏതൊക്കെ രീതിയിലാണ് റേസ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റുകളുമാണ് ഇവിടെ വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അത് ഓണേഴ്സ് ക്യാപിറ്റൽ ആവാം, ഔട്ട്സൈഡേഴ്സ് ക്യാപിറ്റൽ ആവാം. ഓണേഴ്സ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം, ആ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതേപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ബോറോവ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ അതൊന്നുകിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോൺ ആയിട്ട് എടുത്തിരിക്കുന്നതാവാം. അപ്പൊ അത് എടുത്തിരിക്കുന്ന എമൗണ്ടുകൾ കൺസിഡർ ചെയ്യണം, അത് തിരിച്ചു കൊടുക്കുമ്പോഴുള്ള എമൗണ്ട് കൺസിഡർ ചെയ്യണം, അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ഇത്രയും കൺസിഡർ ചെയ്താണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൊഫോമ നോക്കുവാണെങ്കിൽ ക്യാഷ് റെസീവ്സ് ഫ്രം ഇഷ്യൂ ഷെയർസ്. നമ്മൾ ക്യാഷ് റേസ് ചെയ്യുന്നത് ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാഷ് റേസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് എന്താണ്? ഇൻഫ്ലോ ആണ്. ഇനി നമ്മൾ ക്യാഷ് റേസ് ചെയ്തിരിക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാഷ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻഫ്ലോ ആണ്, അത് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ ലോൺ എടുത്താണ് നമ്മൾ ക്യാഷ് റേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതും എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഇതെല്ലാം എന്താണ്? ഇൻഫ്ലോ ആണ്. ഇനി നമ്മൾ ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ ലോൺ എടുത്തിരിക്കുകയാണെങ്കിൽ അതിന് എന്തോ കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം, അത് കൺസിഡർ ചെയ്യുക. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അത് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഇനി നമ്മൾ ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തോ കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, അത് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ ഡിബഞ്ചർ എടുത്തത് ആ എമൗണ്ട് നമ്മൾ റീപേ ചെയ്തു, അതാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതും ഔട്ട്ഫ്ലോ ആണ്, അതും എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. റീപേയ്മെന്റ് ഓഫ് ലോൺ, നമ്മൾ എടുത്ത ലോൺ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു, അതും എന്താണ്? ഔട്ട്ഫ്ലോ ആണ്, അതും എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ
ബിസിനസിന്റെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓണേഴ്സ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് ഫിനാൻസിങ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് അത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതും ലോൺ എടുക്കുന്നതും ഷെയറും ഡിബഞ്ചേഴ്സും തിരിച്ചു കൊടുക്കുന്നതും ലോൺ തിരിച്ചു കൊടുക്കുന്നതും ഷെയറിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡിബഞ്ചറിനും ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എവിടെ എടുക്കണം? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇത് നമ്മൾ ക്യാഷ് റേസ് ചെയ്തതാണ്. മറ്റേ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വരുമ്പോൾ വരുന്നത് നമ്മൾ വേറൊരു ബിസിനസിന്റെ ഷെയർ വാങ്ങുന്നതാണ്. അതാണ് ഇവിടെ വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. നമ്മുടെ എക്സ്ട്രാ ഫണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് ക്യാഷ്, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ക്യാഷ് റേസ് ചെയ്തിരിക്കുന്ന ആ സോഴ്സസ് ആണ് എവിടെ ഉൾപ്പെടുത്തുന്നത്? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലംസും കൂടി നോക്കുമ്പോൾ ഇതൊരുവിധം മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.